ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കാമേ. ചെറിയ നാരങ്ങയാണ് ആവിയിൽ വേവിച്ച് തണുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് മാറ്റി വയ്ക്കണേ. അതിനുശേഷം അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കടുക് താളിച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചതച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഉപ്പ്, കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഉപ്പും നാരങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി ഉപ്പൊക്കെ നാരങ്ങയിലൊന്ന് പിടിക്കണേ. നമ്മൾ ആവിയിൽ വേവിച്ചത് കൊണ്ട് നാരങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാമേ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടിയും നാരങ്ങയായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം അടുത്തതായി ചേർക്കുന്നത് ഉലുവാപ്പൊടിയും കായവുമാണ്. ഉലുവ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, അത് കഴിഞ്ഞിട്ട് കായം അത്യാവശ്യം നല്ല രീതിയിൽ ചേർക്കണം. എന്നാലേ പ്രത്യേകിച്ച് ഈ നാരങ്ങ അച്ചാറിനൊക്കെ നല്ലൊരു അച്ചാറിൻ്റെ ഒരു മണം ഉണ്ടാവുകയുള്ളേ. ഇപ്പോൾ ചേർത്തത് ഉലുവാപ്പൊടിയാണ്. അത് കഴിഞ്ഞിട്ട് കായം ചേർക്കുന്നുണ്ട്. കായം നല്ല രീതിയിൽ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ മസാലകളും കൂടെ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ. നല്ല രീതിയിൽ യോജിപ്പിച്ച് കുറച്ചൊന്ന് വരട്ടിയെടുക്കണം നല്ല രീതിയിൽ. കാരണം ഇതിൽ ചേർത്ത പൊടി ഐറ്റംസ് എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഒന്ന് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് വരട്ടി എണ്ണ മയത്തിൽ തന്നെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കണേ. നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ വെള്ളം, അതായത് തിളപ്പിച്ചാറിയ വെള്ളം ഇതിലോട്ട് ചേർക്കണേ. കാരണം ഇത് കുറച്ച് കറിയായിട്ടുള്ള നാരങ്ങ അച്ചാറാണ്. നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് വയ്ക്കാം. അതാണെങ്കിൽ ഒത്തിരി നാൾ പുറത്തിരിക്കുവേ. അതായത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കേണ്ട ആവശ്യമില്ല. വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഡ്രൈ ആയിട്ട് വരട്ടി നല്ല കറുത്ത കളറിലാക്കി എടുക്കുമ്പോഴത്തേക്കും എത്ര നാൾ വേണോ അത് പുറത്തിരിക്കും, ഒന്നും ചെയ്യില്ല, കേടാകത്തില്ലേ. പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് കുറച്ച് കറിയായിട്ടുള്ള നാരങ്ങയാണ് ആവശ്യം, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് തിക്കാവും ഗ്രേവി. അപ്പോൾ ഇപ്പോൾ ചേർത്തത് ശർക്കരയുടെ പൊടിയാണ്. ഇതിൻ്റെ കയ്പും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ല ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ശർക്കര പൊടി ചേർക്കുന്നത്. അതിനുശേഷം വിനീഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വിനീഗറെ ഉപയോഗിക്കുന്നുള്ളേ. വിനീഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യണേ. തീ ഓഫ് ചെയ്ത് കുറച്ച് സമയം അങ്ങനെ തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. നല്ല രീതിയിൽ തണുത്തിട്ട് മാത്രമേ അച്ചാർ കുപ്പിയിലാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്ക് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി ഒന്ന് നോക്കണേ. പല രീതിയിൽ അച്ചാർ വയ്ക്കാം. ഞാനിങ്ങനെയാണ് വെച്ചത്. എളുപ്പത്തിന് വയ്ക്കുന്നൊരു രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം ലൈക്കും ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.